ദൈവം നമ്മളെ സ്നേഹിച്ചത് മനുഷ്യരായ നമ്മൾ നല്ലവരായതുകൊണ്ടല്ല, പകരം ദൈവം നല്ലവനായതുകൊണ്ടാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത്. വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ ദൈവം ആരെയെല്ലാം സ്നേഹിച്ച് ഓരോരുത്തരുടെ അരികിലേക്ക് ഇറങ്ങി വന്നോ അവർക്കെല്ലാം ഓരോരോ കുറവുകളുള്ളവരായിരുന്നു. ശൗലിൻ്റെ ജീവിത സാഹചര്യം വളരെ ദുർബലമായിരുന്നു. ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് ദൈവം അവനെ തിരഞ്ഞെടുക്കുമ്പോൾ അവനൊരു സാധാരണക്കാരനാണ്. ദാവീദിനെ ദൈവം വിളിക്കുമ്പോൾ ദാവീദിന് പറയാനായിട്ടൊന്നുമില്ല. ദാവീദിനെ ദൈവം സ്നേഹിച്ചത് അവൻ്റെ കുറവുകളുടെ ഇടയിൽ നിന്ന് തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത് അവരുടെ മികവുകളൊന്നും കണ്ടിട്ടില്ല. സമൂഹത്തിൽ ഏറ്റവും സാധാരണ ജീവിതം നയിച്ചിരുന്ന കുറച്ച് മത്സ്യബന്ധന തൊഴിലാളികൾ, ചുങ്കം പിരിച്ച് ഉപജീവന മേഖല കണ്ടെത്തിയിരുന്ന അതിസാധാരണക്കാർ, ഇവരുടെ ഒന്നും മികവ് കണ്ടിട്ടല്ല ദൈവം അവരെ സ്നേഹിച്ചത്. ദൈവം അവരെ സ്നേഹിച്ചതിനുള്ള കാരണമെന്ന് പറയുന്നത് ദൈവം നല്ലവനായതുകൊണ്ടാണ്. നമ്മുടെ ഒന്നും നല്ല കാര്യങ്ങൾ കണ്ടിട്ടല്ല ദൈവം നമ്മളെ സ്നേഹിച്ചത്.